ദൈവത്തിൻ്റെ അതിധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും ത്രിത്വത്തിലെ ഐക്യതയും ഇതാണ് ഇവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവ് ശരണപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. ദൈവസഭയുടെ പണിയുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു സാക്ഷാൽ ദൈവം എന്നുള്ള വെളിപ്പാട് ആവശ്യമാണ്. എന്നാൽ ആ വെളിപ്പാട് പകർന്നു തരുന്നത് പിതാവായ ദൈവമാണ്. മാനുഷികമായ ഒരറിവിനാലും ആ ഒരു ജ്ഞാനം പ്രാപിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെ യേശുക്രിസ്തു സർവ്വവ്യാപി എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം, സൃഷ്ടാവായ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഉണ്ട്. അതായത് എവിടെ ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും വെളിപ്പെടുവാൻ അവിടുത്തെ സാന്നിധ്യം സജീവമായിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവും അതേ അളവിൽ എവിടെയും വെളിപ്പെടുവാൻ പ്രാപ്തിയുള്ളവനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 1 മുതൽ 3 വരെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ വചനമായ യേശുക്രിസ്തു ശരീരരൂപമെടുത്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ അത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും മാത്രമാണ്. അതേസമയം അവിടുന്ന് പിതാവായ ദൈവത്തിനോടൊപ്പം സൃഷ്ടിയുടെ സമസ്ത മേഖലകളിലും ഉണ്ടായിരുന്നു.
ഉളവായത് സകലവും യേശുക്രിസ്തു മുഖാന്തരമാണ് ഉളവായത്. അവിടുത്തെ കൂടാതെ യാതൊന്നും ഉളവായതല്ല. അപ്പോൾ പിതാവായ ദൈവം സർവ്വവ്യാപി ആയിരിക്കുന്ന അതുപോലെ പുത്രനായ യേശുക്രിസ്തുവും അസ്തിത്വത്തിൽ സർവ്വവ്യാപിയാണ്. നോക്കണം, മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. മത്തായി 18:20. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 2 or 3 ശിഷ്യന്മാർ ആയിരുന്നാൽ പോലും അവരെവിടെ കൂടി വരുന്നുവോ അവരുടെ നടുവിൽ ഏത് സമയത്തും എപ്പോഴും എവിടെയും വെളിപ്പെടുവാൻ അവിടുന്ന് പ്രാപ്തനാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ എത്രയോ രാജ്യങ്ങൾ ഏതെല്ലാം അവസ്ഥകളുടെ പോന്നു. അവിടെയെല്ലാം യേശുവിനെ അറിയുന്ന ഭക്തന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്. അവരുടെ എല്ലാ നടുവിൽ ഏത് സമയത്തും വെളിപ്പെടുവാൻ പ്രാപ്തനാണ് യേശുക്രിസ്തു. അവിടുന്ന് അതാണ് പറയുന്നത്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ കൂട്ടി യേശുക്രിസ്തു അവിടുത്തെ അവസാന സന്ദേശം നൽകുമ്പോഴും അവിടുത്തെ സജീവമായ സാന്നിധ്യത്തെ യേശുക്രിസ്തു ഉറപ്പാക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെ. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. യേശുക്രിസ്തു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ലോക അവസാനത്തോളം എല്ലാ നാളും അവിടുന്ന് ശിഷ്യന്മാരോട് കൂടെയുണ്ട്. ലോക അവസാനത്തോളം എല്ലാ നാളും അവിടുന്ന് ശിഷ്യന്മാരോട് കൂടെയുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് എപ്രകാരമാണ് അവിടുത്തെ സാന്നിധ്യത്തെ ശിഷ്യന്മാർക്ക് നൽകുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. 16, 17, 18 വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ
അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. 18-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. എങ്ങനെയാണ് പ്രായോഗികമാകുന്നത്? അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-16 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കൂടെ ഇരിക്കുന്ന നിമിത്തമാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ അനാഥരായി വിടാതെ അടുക്കൽ വന്ന് കൂടെ ഇരിക്കുന്ന അനുഭവം സംജാതമാകുന്നത്. യോഹന്നാൻ 14:20, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ഓർക്കണം, പിതാവും പുത്രനും ഒന്നായി നമ്മളിൽ വസിക്കുന്നു. പിതാവും പുത്രനും പരസ്പരം പൂരകമായിരിക്കുന്നു എന്നുള്ളതെല്ലാം പ്രാവർത്തികമാകുന്നത് സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതിനുള്ള ബന്ധത്തിലാണ്. അപ്പോൾ അവിടുന്ന് സർവ്വവ്യാപിയാകുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. പിതാവ് ആത്മാവാണ്, പുത്രൻ ആത്മാവാണ്, പരിശുദ്ധാത്മാവും ആത്മാവാണ്. പിതാവിൽ വസിക്കുന്ന അതേ ആത്മാവാണ് പുത്രനിൽ വസിക്കുന്നത്. അത് രണ്ടും ഒന്നാണ്, അത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണ് പിതാവ് സർവ്വവ്യാപിയായിരിക്കുന്ന അതേ അളവിൽ യേശുക്രിസ്തുവിനും സർവ്വവ്യാപിയാകാൻ സാധ്യമാകുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം വാക്യം. യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഇവിടെ വചനം പ്രമാണിക്കുന്നവനെയാണ് പിതാവ് സ്നേഹിക്കുന്നത്. ആരുടെ വചനം? യേശുക്രിസ്തുവിൻ്റെ വചനം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുവായ്മൊഴികളെ വിശ്വസിക്കുന്നവരെ ആര് സ്നേഹിക്കുന്നു? പിതാവ് സ്നേഹിക്കുന്നു. അങ്ങനെ വചനം പ്രമാണിക്കുന്നവരെ പിതാവ് സ്നേഹിക്കുന്നു. ഒപ്പം എന്ത് സംഭവിക്കുന്നു? പിതാവും പുത്രനും ഒരുമിച്ച് അവനോടുകൂടെ വാസം ചെയ്യുന്നു. ഇതിൻ്റെ പ്രായോഗിക തലം എന്താണ്? അതാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ശിഷ്യന്മാരിൽ വസിക്കുന്നതിലൂടെ സാധ്യമാകുന്നത്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഒരുവനിൽ വസിക്കുമ്പോൾ പിതാവും പുത്രനും വസിക്കുന്നതിന് തുല്യമാകുന്നു. കാരണം പിതാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്, അതേ ആത്മാവാണ് പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും ആത്മാവ്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നു. അവിടുന്ന് അവിടുത്തെ പരസ്യ ശുശ്രൂഷ തികച്ച ശേഷം ക്രൂശിക്കപ്പെട്ടു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു, 3-ാം നാൾ മരണത്തെ തോൽപ്പിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു.
ശേഷം അവിടുന്ന് തൻ്റെ ശിഷ്യന്മാർക്കും മറ്റനേകം പേർക്കും വ്യത്യസ്തമായ നിലവാരങ്ങളിൽ, വ്യത്യസ്തമായ സമയങ്ങളിൽ പ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. 20-ാമത്തെ വാക്യം. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. നോക്കണം, അടച്ചിട്ടിരിക്കുന്ന വാതിൽ അത് യാതൊരു തടസ്സവും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് ഉണ്ടാക്കുന്നില്ല. വാതിലടച്ചിരിക്കെ ശിഷ്യന്മാരുടെ നടുവിൽ യേശുക്രിസ്തു പ്രത്യക്ഷനാകുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. നോക്കണം, ഏത് വേളയിലും എവിടെയും എത്തിച്ചേരുവാൻ അവിടുന്ന് മതിയായവൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങളിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുമ്പോൾ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഇല്ലായിരുന്നു. എന്നാൽ ശേഷം തോമസിനോട് മറ്റ് ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുകയും അവിടുത്തെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ തോമസ് അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങളിൽ നമുക്കത് കാണാം. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. നോക്കണം, യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ദിദിമോസ് അവിടെ ഇല്ല. എന്നാൽ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ട് കൂട്ടത്തിൽ. അവിടെ യേശുക്രിസ്തു പ്രത്യക്ഷനാകുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. 28-ാമത്തെ വാക്യത്തിൽ തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. 29 യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വാതിലടച്ച് ശിഷ്യന്മാരിയ്ക്കുമ്പോൾ സർവ്വവ്യാപിയായ യേശു ക്രിസ്തു അവരുടെ മധ്യേ പ്രത്യക്ഷനാകുകയാണ്.
നോക്കണം, വീണ്ടും യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പത്രോസ് ശിഷ്യന്മാരെയും കൂട്ടി മീൻ പിടിക്കാൻ പോകുന്ന ആ വേളയിൽ യേശുക്രിസ്തു പിന്നെയും അവർക്ക് പ്രത്യക്ഷനാകുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബര്യാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. 14 വാക്യത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നോക്കണം, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കും എന്നരുളി ചെയ്ത യേശുക്രിസ്തു അവിടുന്ന് ദേഹസഹിതനായി ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷനാകുകയാണ്. അവിടുന്ന് സർവ്വവ്യാപിയാണ്. പിതാവായ ദൈവം സർവ്വവ്യാപിയായിരിക്കുന്ന അതേ അളവിലും നിലവാരത്തിലും യേശുക്രിസ്തുവും സർവ്വവ്യാപിയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 1 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ 1 അധ്യായം 1 മുതൽ 3 വരെ. തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. 2-3 വാക്യങ്ങൾ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തു മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം 40 നാളോളം പലർക്കായിട്ട് പ്രത്യക്ഷനാകുകയാണ്. അവിടുന്ന് സർവ്വവ്യാപിയാണ്. 1 കൊരിന്ത്യർ 15 അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15 അധ്യായം 3 മുതൽ 8 വരെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഭാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. 6 വാക്യങ്ങൾ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. 7-8 വാക്യങ്ങൾ. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. 8-ാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി.
അപ്പോൾ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനാകുകയാണ്. അവിടുന്ന് 40 ദിവസം ഈ ഭൂമിയിൽ അത്തരത്തിൽ അനേകർക്ക് പ്രത്യക്ഷനാവുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാമത്തെ അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യേ എപ്രകാരം യേശുക്രിസ്തു ദേഹസഹിതനായി പ്രവർത്തിക്കുന്നു നമ്മൾ കാണുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാമത്തെ അധ്യായം 17 മുതൽ 21 വരെ. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. അവർ കേട്ടു. പുലർച്ചയ്ക്ക് ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, സുവിശേഷം നിമിത്തം മഹാപുരോഹിതനും സദൂക്യരുടെ പക്ഷക്കാരും ഒക്കെ എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ തടവിലാക്കുമ്പോൾ രാത്രിയിൽ കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഓർക്കുക പ്രിയരെ, അവിടുന്ന് ഇന്നും അതേ അളവിൽ നമ്മോടൊപ്പം ആയിരിക്കുവാൻ മതിയായവൻ. സ്തെഫാനോസിനുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 6-7 അധ്യായങ്ങളിൽ സ്തെഫാനോസ് ശക്തമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കുന്നു. അത് നിമിത്തം താൻ പിടിക്കപ്പെടുന്നു. തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിലേക്ക് കാര്യങ്ങൾ നീളുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം 54 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. 54 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്തെഫാനോസ് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലാകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവനുണ്ടാകുകയാണ്. 59-60 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി. കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവർക്ക് ശ്രദ്ധിക്കണേ, സുവിശേഷ നിമിത്തം പിടിക്കപ്പെടുന്ന സ്തെഫാനോസിന് സ്വർഗീയ ദർശനത്തെ പകർന്നു കൊടുത്തിട്ട് തൻ്റെ സന്നിധിയിലേക്ക് സ്തെഫാനോസിനെ ചേർക്കുന്ന യേശുക്രിസ്തുവിനെ നമ്മളിവിടെ കാണുകയാണ്. അതാണ് പ്രിയരെ, അവിടുന്ന് സർവ്വവ്യാപിയാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് പകരാം. കർത്താവിനായി ജീവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.